പശു പുല്ല് തിന്നില്ല എന്ന പാഠത്തിന് ഉദാഹരണമായി നിൽക്കാവുന്ന 2 കാലിത്തൊഴുത്തുകൾ കുട്ടനാട്ടിലുണ്ട്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ കാലികളെ താമസിപ്പിക്കാനാണ് കോടികൾ ചിലവഴിച്ച് 2 പൊക്കത്തൊഴുത്തുകൾ ക്ഷീരവികസന കോർപ്പറേഷൻ നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഇവിടേക്ക് കാലികളെ എത്തിക്കാനുള്ള പ്രായോഗിക പ്രയാസവും കാരണം വെള്ളപ്പൊക്കങ്ങൾ പലതും വന്നിട്ടും ഒരു കന്നുകാലിക്കും ഈ തൊഴുത്തുകൾ ആശ്രയമായിട്ടില്ല. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് നെടുമുടി പഞ്ചായത്തിലെ ചെമ്പമ്പുറം എന്ന ഭാഗത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന, എനിക്ക് പിന്നിലേക്ക് കാണുന്ന പാടശേഖരങ്ങളും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റോഡും ഉൾപ്പെടെ എല്ലാ ഇടങ്ങളും 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയി. അന്ന് കന്നുകാലികളെ എവിടെ സംരക്ഷിക്കുമെന്നുള്ളതായിരുന്നു ഇവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന കന്നുകാലികളെ സംരക്ഷിക്കാനായി മുൻകൈ എടുത്ത് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ നമ്മളോടൊപ്പമുണ്ട്. സണ്ണിച്ചേട്ടാ, എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം? അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വലിയ വള്ളങ്ങൾ വന്നും ബോട്ടുകൾ വന്നുമാണ് നിങ്ങളെ ഈ റോഡ്, അതായത് ഈ റോഡിലൂടെ കടന്നു വന്നാണ് നിങ്ങൾ പോയി എന്ന് പറയുന്നു അല്ലേ? അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ കന്നുകാലികളെ എങ്ങനെയാണ് സംരക്ഷിച്ചു പോയത്? ആ ഒരു ഓർമ്മ എന്തായിരുന്നു? ഈ പാലത്തെ കൊണ്ടുവന്ന് 2ാം പൊക്കത്തോടെ ഞാൻ വന്നത്. 2ാം പൊക്കത്തില് അത് താഴ്ച ഇവിടെ സൈക്കിളിന് മേളിൽ വരും വെള്ളം, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബോട്ട് കൊണ്ടുവന്നത്. പിന്നെ കന്നുകാലിയൊക്കെ ഞങ്ങൾ നീന്തി ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റി ഇട്ടേച്ച് ലാസ്റ്റാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ 2ാം പൊക്കം ഇവിടെ വരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഈ കാൽത്തെറ്റയും കൊണ്ട് വന്നു. ബോട്ടിൽ കാൽത്തീറ്റയായിട്ട് ഇവിടെ വരുമായിരുന്നു. അന്ന് നിങ്ങളുടെ കന്നുകാലികൾ എവിടെയാ? എനിക്കൊന്ന് ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളിൽ കന്നുകാലികൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 250 കന്നുകാലി ഉണ്ടായിരുന്നു. 250 കന്നുകാലികൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചത്? ഈ പാലത്ത്. അങ്ങനെ 250 കന്നുകാലികളെയാണ് തൊട്ടടുത്തുള്ള പാലത്തില് ഇവര് കെട്ടിയിരുന്നത്. അതിനുശേഷം പിന്നീട് പ്രളയത്തിന് ശേഷം മടങ്ങി വരുമ്പോ ഒരു അവസ്ഥ എന്തായിരുന്നു? അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ വരും കന്നുകാലികളെ നോക്കാൻ. തീറ്റ കൊണ്ടുവരും, കച്ചി കൊണ്ടുവരും, പുല്ല് കൊണ്ടുവരും, എല്ലാം കൊണ്ടുവച്ച് പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും. പിന്നെ ഈ മൃഗ വകുപ്പ് അനുസരിച്ച് കാലിത്തീറ്റ കൊണ്ടുവരും. അതൊക്കെ ലിസ്റ്റും പ്രകാരം സാധനം തരും. അങ്ങനെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊണ്ടുവന്ന് ചുവന്ന് കയറ്റി വെച്ച് ഇങ്ങോട്ട് പോയിരുന്നു. ചുവന്ന് വെച്ച് തീറ്റ കൊടുത്ത് 5 മണിയാകുമ്പോൾ പോകും. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഈ വെള്ളത്തിന് നടുക്ക് നിങ്ങൾ അവർക്ക് കാവലിരുന്നു? അതുകൊണ്ട് ഒരാഴ്ച മേളിൽ അങ്ങനെ ഇരുന്നു. അപ്പൊ അന്ന് പിന്നീട് ഈ പ്രളയത്തിന് ശേഷം സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി അല്ലെ? അതായത് ഒരു പൊക്കത്തൊഴുത്ത് ഇവിടെ ഒരുക്കും എന്ന് പറഞ്ഞ് ഈ ചെമ്പമ്പുറത്തുകാർക്ക് ഒരു പ്രതീക്ഷ നൽകി. നിങ്ങളുടെ പൊക്കത്തൊഴുത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ വന്നാലില്ല. 2022 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയല്ലേ? അതെ, അന്ന് കന്നുകാലി ഉണ്ടെന്നോ കന്നുകാലി എല്ലാം ഇപ്പം സ്വയം നിർത്തി കന്നുകാലി. അതുകൊണ്ട് ലാഭമില്ല. ഈ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല, ഒന്നും ഉപയോഗിക്കാൻ പ്രയോജനപ്പെട്ടിട്ടില്ല. ആ 2 മുറിയാണ് മേലോട്ട് കിടക്കുന്നത്, വെറുതെ കിടക്കുക. അത് ആർക്കെങ്കിലും വാടകയെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും പ്രയോജനം കിട്ടും. അതൊന്നുമില്ല. താഴത്തെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിപ്പം ഇതും താഴെ വലിയ ഇതൊന്നുമില്ല. അതൊക്കെ പൂട്ടും. പാല് തീരെ കുറവാണ്. 12 ക്ഷീരവികസന ഓഫീസിന്റെ ഇവിടുത്തെ സഹകരണ സംഘമാണ് തൊട്ട് താഴെ അല്ലേ? അത് പ്രവർത്തിക്കുന്നുണ്ട്. മുകളിലേക്ക് കന്നുകാലികളുടെ റെസ്ക്യൂ സെന്റർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പ്രയോജനം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് 108 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഇറക്കിയ ഒരു പദ്ധതി. സർക്കാർ 108 കോടി രൂപയാണ് അതിനുവേണ്ടി. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് പിന്നാമ്പുറത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ 3 നില കെട്ടിടമാണ് അന്ന് ഇത്തരത്തിലൊരു പൊക്കത്തൊഴുത്ത് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ കുട്ടനാട്ടിൽ തന്നെ 3 ഇടങ്ങളിലാണ്, ചമ്പക്കുളം ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ചെമ്പമ്പുറത്ത് ഈ കെട്ടിട നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അത് പഠിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. അത് പഠിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഇപ്പോഴും ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. അതായത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന 3 നിലകളിൽ തൊട്ടടുത്ത് കാണുന്ന ഭാഗം ഒരു ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിലേക്ക് കയറ്റി കന്നുകാലികളെ മുകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് അതൊക്കെ എന്താണെന്ന് കണ്ടുവരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.